ഇത്രയും തകർന്നിരിക്കാനും മാത്രം നിനക്ക് എന്താ പറ്റിയേ? നീ അറിഞ്ഞിരുന്നു തടിയൂർ 2 മാസം മുമ്പ് കാർ ആക്സിഡന്റ് ഉണ്ടായത്? ഞാൻ ന്യൂസ് കണ്ടിരുന്നു. അതിലുണ്ടായിരുന്ന ഞാൻ സ്നേഹിച്ച പാറുവായിരുന്നു. അയ്യോ. അവൾ പോയതിനു ശേഷം ഭയങ്കര ശൂന്യതയായി. അവളുടെ കളിയും ചിരിയും വഴക്കും ഒന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. എടാ, എനിക്കിപ്പം ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞാൽ അറിയത്തില്ല. പക്ഷെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ. എടി, അതൊക്കെ ശരിയാ. നമ്മളെ കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും ഒക്കെ ഒരാൾ പെട്ടെന്നില്ലാതെ പോകുമ്പോഴല്ലേ നമ്മൾ ശരിക്കും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത്. എങ്കിൽ നീ പറ, ഞാൻ കേൾക്കാം. നിനക്കെല്ലാം അറിയാമായിരുന്നല്ലോ, അവൾക്ക് ഞാനെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. എൻ്റെ എല്ലാ വിഷമങ്ങളും പരാതികളും ഒരു വിഷമവും ഇല്ലാതെ അവൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്നും അവസാനം ഒരു ചോദ്യമാണ്, ഒരു ദിവസം ഞാൻ ഇല്ലാണ്ടായ നിൻ്റെ ഈ പരാതികളും പരിഭവങ്ങളും ഒക്കെ ആര് കേട്ടിരിക്കുന്നു? ഞാൻ പണ്ട് ജോലിയിലായിരുന്ന സമയത്ത് അവളായിരുന്നു എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. എടാ, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ചേട്ടനെ ചേച്ചിയെ നീ ശ്രദ്ധിച്ചോ? അവർക്ക് നിന്നെ ഓർത്ത് നല്ല വിഷമമുണ്ട്. എന്തായാലും പോയത് നമുക്കിന്നും തിരിച്ചു കിട്ടില്ല. ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടല്ലേ അവൾ പോയത്. എടാ, നമ്മൾ കാരണം മറ്റുള്ളവർ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ ശരിയാടി, പക്ഷേ ചില കാര്യങ്ങളിൽ ദൈവം ഭയങ്കര ക്രൂരത കാണിക്കും. അതൊക്കെ ഓർക്കുമ്പോഴാണ്. എപ്പോഴും നമുക്ക് സന്തോഷം മാത്രമായി തരില്ല, ഇടയ്ക്ക് കുറച്ച് ദുഃഖങ്ങളും തരും. സന്തോഷം വരുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ മനസ്സ് പ്രതികരിക്കുന്നത്, അതേപോലെ തന്നെ സങ്കടം വരുമ്പോഴും നമ്മുടെ മനസ്സിനെ പ്രതിരോധിച്ച് നിൽക്കാൻ പ്രേരിപ്പിക്കാം. ഓരോ ഇറക്കവും കയറ്റമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. അതാണ് ജീവിതം. അത് വിട്. നീ വരുന്നോ ഡൽഹിക്ക്?